നമസ്കാരം. എൻട്രി ലെവൽ കാറുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് കൺവീനിയൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാഹനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ സെലേറിയോ എന്ന് പറയുന്ന ഒരു ഹാച്ച് ബാക്ക് വാഹനമാണ്. ഇതിനെ പ്രീമിയം ഹാച്ച് ബാക്ക് എന്നൊന്നും നമുക്ക് വിളിക്കാൻ കഴിയില്ല, കാരണം ഇതൊരു എൻട്രി ലെവൽ കാർ തന്നെയാണ്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഇപ്പോൾ എന്തുകൊണ്ട് പരാമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒരു വാഹനം അത്ര സേഫ് അല്ല എന്നുള്ളൊരു ആംഗിളിൽ നിന്നും പല ആളുകളും നോക്കിക്കാണുമ്പോൾ ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി മാറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ഇതിന് ഒരു പ്രൈസ് ഹൈക്കും വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനത്തിൻ്റെ ട്രിംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള LXi, പിന്നെ അതിന് മുകളിൽ VXi, പിന്നെ ZXi, പിന്നെ ZXi പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലും മാനുവലിലും അവൈലബിൾ ആണ്, പിന്നെ CNGയിൽ അവൈലബിൾ ആണ്. പെട്രോളിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള K10C എന്ന് പറയുന്ന ആ 3 സിലിണ്ടർ എഞ്ചിനാണ്. 998 cc ആണ്. അതിൻ്റെ ഒരു പവർ ഫിഗർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 66 bhp ആണ്. അത് ജനറേറ്റ് ചെയ്യുന്നത് 5500 RPMലാണ്. ടോർക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 89 Nm ടോർക്കുണ്ട്. അത് 3500 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഡയമെൻഷനൊക്കെ നമുക്കറിയാവുന്നതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. 3695 മില്ലിമീറ്റർ ലെങ്ത്തും 1655 മില്ലിമീറ്റർ വിഡ്ത്തും 1555 മില്ലിമീറ്റർ ഹൈറ്റും ഈ ഒരു വാഹനത്തിനുണ്ട്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 32 ലിറ്ററാണ്. വീൽ ബേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2435 മില്ലിമീറ്ററാണ്. 15 ഇഞ്ചിൻ്റെ വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. ബൂട്ട് സ്പേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനമാണ്. ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 313 ലിറ്ററിന് അടുത്താണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. എന്തുകൊണ്ട് ഈ ഒരു വാഹനം ആളുകൾ കൂടുതൽ സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ആണ്. 25 കിലോമീറ്ററിനടുത്ത് ഈ ഒരു വാഹനം മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക്കലും പെട്രോളിൽ മൈലേജ് ഓഫർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല CNGയിലേക്ക് പോകുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി ഒരു 30 കിലോമീറ്ററിനടുത്ത് മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LXi മുതൽ ZXi പ്ലസ് AMT വരെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5,64,000 മുതൽ 7,37,000 വരെയാണ്. അപ്പോൾ പ്രൈസ് ഹൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LXiയുടെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 5,64,000 ആണ്. അതിൽ 27,500 രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ VXi മാനുവൽ ട്രാൻസ്മിഷൻ 5,99,000 രൂപയാണ് ഇപ്പോഴത്തെ വില. അവിടെ 16,000 രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട്. VXi AMTയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6,49,000 രൂപയാണ്. അവിടെ വർദ്ധിപ്പിച്ചത് 21,000 രൂപയാണ്. പിന്നെ VXi CNG മാനുവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6,89,000 രൂപ. അവിടെ 16,000 രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട്. പിന്നെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കും ZXi അത് മാനുവൽ ട്രാൻസ്മിഷനാണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് 6,39,000 രൂപയാണ്. അവിടെ 27,500 രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട്. പിന്നെ ZXi പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. അവിടെ മാനുവൽ ട്രാൻസ്മിഷനിൽ 6,87,000 രൂപയാണ് ഇപ്പോഴത്തെ വില. അവിടെ വർധനവ് വന്നിട്ടുള്ളത് സെയിം 27,500 രൂപ തന്നെയാണ്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ZXi AMT ട്രാൻസ്മിഷൻ്റെ വില എന്ന് പറയുന്നത് 7,37,000 രൂപയാണ്. അതിൽ വർധന വന്നിട്ടുള്ളത് 32,500 രൂപയാണ്. അപ്പോൾ 7,37,000 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസ് പ്രൈസിൻ്റെ കൂടെ GSTയും സെസ്സും ഉൾപ്പെടെയാണ് വന്നിട്ടുള്ളത്. ആ വിലയുടെ മുകളിലാണ് ഇനി റോഡ് ടാക്സ് ഇടാൻ പോകുന്നത്. അപ്പോൾ 7,37,000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും 13% റോഡ് ടാക്സ് വരുന്നത്. 5-ന് താഴത്തേക്കാണ് എക്സ്-ഷോറൂം പ്രൈസ്. 5-ന് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 15%, 5-നും 10-നും ഇടയ്ക്കാണെങ്കിൽ 13%, 10-നും 15-നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 15%, 15-നും 20-നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 17%, 20-ന് മുകളിലേക്ക് 22%. ആ ഒരു രീതിയിലാണ് വരുന്നത്. മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ ഈ ഒരു K10C എന്ന് പറയുന്ന എഞ്ചിൻ എത്ര കാലം നിലനിൽക്കും എന്നറിയില്ല. കാരണം ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഭാരത് സ്റ്റേജ് 7 വരും. ആ ഒരു സമയത്ത് ഇത്തരം എൻട്രി ലെവൽ വാഹനങ്ങളൊക്കെ പിൻവലിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഡീസൽ കാറുകൾ പല മെട്രോപൊളിറ്റൻ സിറ്റീസിലും ബാൻ ചെയ്യുക, അല്ലെങ്കിൽ അത് അപ്രഖ്യാപിത ബാനിലേക്കൊക്കെ കടക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ പോലും ഡീസലിൻ്റെ കാര്യം പറയട്ടെ, ഡീസൽ വളരെ മികച്ച ഒരു ഫ്യൂവലാണ്. അതിൻ്റെ എമിഷൻ നോംസിനനുസരിച്ച് ആ ഒരു എഞ്ചിനെ മാറ്റിയെടുക്കുമ്പോഴത്തേക്കും വരുന്നൊരു കോസ്റ്റ് അത് നല്ല കൂടി വരുമ്പോഴത്തേക്കും ആളുകൾ ഒബ്വിയസ്ലി എന്തിലേക്ക് പോകും? ഈ പറയുന്ന ഇലക്ട്രിക് കാറുകളിലേക്കൊക്കെ പോകും. അതുകൊണ്ടാണ് അതിനെ മാറ്റി നിർത്തേണ്ടത്. അത് ആ ഒരു വാഹനം മോശം ആണ് എന്നുള്ളത് കൊണ്ടല്ല.
ഇവിടെ ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ എൻട്രി ലെവലിൽ നല്ലൊരു വാഹനമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻട്രി ലെവൽ വാഹനങ്ങൾക്ക് കൂടുതൽ സേഫ്റ്റി കൊടുക്കുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതനുസരിച്ച് ഇതിന് വിലയും കൂടുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, സാധാരണക്കാരൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വാഹനങ്ങളൊക്കെ അതിൻ്റെ പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കർബ് വെയിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 825 കിലോഗ്രാം മാത്രമാണ്. ഗ്രോസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1260 കിലോഗ്രാം ഉണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ മികച്ച ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എൻട്രി ലെവൽ കാറ്റഗറി നോക്കുന്ന ആളുകൾക്ക് മികച്ചൊരു വാഹനം തന്നെയാണ്. സേഫ്റ്റി എൻഹാൻസ് ചെയ്തതിനെ എല്ലാ രീതിയിലും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.